പാർട്ടിയിൽ പിന്നിൽ നിന്ന് കുത്തുന്നവരെ തനിക്ക് അറിയാമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുകയാണ്. മനുഷ്യത്വമുള്ളവർ കൂടെ നിൽക്കും. അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോൾ ഉണ്ടായ നേട്ടങ്ങളും പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കവും ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നും മുഖ്യമന്ത്രിയാകാൻ ഇല്ല എന്ന് താനും VD സതീശനും ഒരുമിച്ച് പറഞ്ഞതാണ് എന്നും കെ സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. KPCC പുനഃസംഘടനാ ചർച്ചയ്ക്കിടെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്നുള്ള ശശി തരൂരിന്റെ നിലപാടിനെ MD സ്വാഗതം ചെയ്യുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ താല്പര്യവും ആഗ്രഹവുമായിരിക്കാമെന്നും താൻ ഇതൊന്നും നോക്കിയിട്ടല്ല നിൽക്കുന്നതെന്നും സുധാകരൻ പറയുന്നുണ്ട്. തനിക്ക് ഇതിൽ ആശങ്കയില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി KPCC അഴിച്ചു പണിയാൻ തീരുമാനമെന്നുള്ള വിധത്തിലാണ് കെ സുധാകരനെ മാറ്റണം എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നത്. മാർച്ചിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നാണ് കിട്ടുന്ന വിവരവും. അടൂർ പ്രകാശ്, ബെന്നി ബെഹന്നാൻ, റോജി M ജോൺ എന്നിവരുടെ പേരാണ് സജീവ പരിഗണനയിലുമുള്ളത്. KPCC അധ്യക്ഷ പദവിയിൽ നിന്നും തന്നെ മാറ്റുമെന്ന വാർത്തകളോട് സുധാകരൻ പ്രതികരിച്ചത് ഒരു കൂസലുമില്ലാതെ തന്നെയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഹൈക്കമാൻഡിന്റെ എന്ത് തീരുമാനവും അനുസരിക്കും. മാറ്റിയാൽ എന്താണ് കുഴപ്പം? ഹൈക്കമാൻഡിന് മാറ്റണം എന്നാണെങ്കിൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണ്. തനിക്കൊരു പരാതിയുമില്ല. താൻ തൃപ്തനാണ് എന്നൊക്കെയാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. കോൺഗ്രസിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാ പദവിയും കിട്ടിയിട്ടുണ്ട്. മാനസികമായ സംഘർഷാവസ്ഥയിലല്ല, തൃപ്തനായ മനസ്സിന്റെ ഉടമയാണ് ഞാൻ. ആശങ്കയില്ല. കനകോലുവിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും തന്നോട് മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നുണ്ട്. അഹമ്മദാബാദിൽ ഏപ്രിലിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുമ്പായി KPCC പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. കെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത്. സംഘടനയിൽ മുഴുവൻ മാറ്റം വേണമെന്ന് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം കനകോലു റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അധ്യക്ഷനാകാൻ അടൂർ പ്രകാശ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി, VM സുധീരൻ, കെ സുധാകരൻ എന്നിവർ ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിലും തിരുവിതാംകൂറിലെയും സമുദായ സംഘടനയുടെയും പിൻബലം ഇവർക്കില്ല എന്ന് അടൂർ പ്രകാശ് വാദിക്കുകയായിരുന്നു.